ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം. ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. യുവർ ഫാഷൻ അവർ പാഷൻ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വന്യജീവി ആക്രമണങ്ങളിൽ വ്യക്തമായ നടപടി സ്വീകരിക്കാത്ത ഭരണകൂട സംവിധാനങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണലാടി, പാറപ്പുറം, ആറ്റൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ NS വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഫിറോസിന്റെയും അവിടെ താമസിക്കുന്ന മറ്റു വീടുകളുടെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീടുകളുടെ മുറ്റത്ത് ആന ഇറങ്ങിയപ്പോൾ അന്ന് തന്നെ തയ്യാറാക്കിയ ഒരു നിവേദനം തയ്യാറാക്കി ഈ പാറപ്പുറം പ്രദേശത്തെ ജനങ്ങളുടെ മാസ് പെറ്റീഷനായി ആ നിവേദനത്തിന് എല്ലാവരും ഒപ്പിട്ട് ഈ പറഞ്ഞ ഭരണാധികാരികളുടെ ഒക്കെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു. ആരും അനങ്ങുന്നില്ല. യാതൊരു നടപടികളിലേക്കും ഗവൺമെന്റ് വരുന്നില്ല. ഇവിടെ ഇന്ന് ഇവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ഭരണാധികാരികള്, അവരുടെ പ്രതിനിധികളൊക്കെ ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അവർക്കാർക്കും ഇതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ നിവേദനം കൊടുത്തപ്പോൾ നമ്മൾ അതിൽ മറ്റൊരു വളരെ കാതലായ ഒരു വിഷയം കൂടെ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രദേശത്ത് പെട്രോളിംഗ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പെട്രോളിംഗ് ഇടണം. അങ്ങനെ പെട്രോളിംഗ് ഇടാനായി അവരും മനുഷ്യരാണല്ലോ, അവർക്കും സൗകര്യപ്രദമായി താമസിക്കാൻ അകമലയിലെ സർക്കാരിന്റെ പണം ചെലവ് ചെയ്ത് 2 കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആ 2 കെട്ടിടത്തിലും UDF-ന്റെ ഭരണകാലത്ത് വന്യജീവി ആക്രമണത്തെ തുടർന്ന് സംഘടിപ്പിച്ച റോഡ് ഉപരോധത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റി അകമല ഔട്ട് പോസ്റ്റ് ഉടൻ തുറക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും, എന്നാൽ ചേലക്കര MLA UR പ്രദീപ്, ആലത്തൂർ MP K രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന അവലോകന യോഗം വിളിച്ച അതേ ദിവസം തന്നെ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റാനുള്ള തീരുമാനം മരവിപ്പിച്ച് ജനദ്രോഹപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ NS വർഗീസ് പറഞ്ഞു. പൊതുവഴികളിൽ പോലും വഴിവിളക്കുകൾ സ്ഥാപിക്കാതെ ജനങ്ങൾക്ക് സംരക്ഷണമൊരുക്കാത്ത ഭരണസമിതിയും ഭരണകൂടവും നാട്ടുകാർക്ക് നൽകിയ എല്ലാ ഉറപ്പും ലംഘിച്ചിരിക്കുകയാണെന്നും NS വർഗീസ് ആരോപിച്ചു. തുടർന്നും ഇത്തരം ലംഘനങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ ശക്തമായ സമരമുറകളുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ K നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP പ്രസാദ്, വാർഡ് പ്രസിഡന്റ് ഫിറോസ്, E സേതുമാധവൻ, TC രാമകൃഷ്ണൻ, KV വിശ്വംഭരൻ, AR ബാലകൃഷ്ണൻ, രാജൻ താഴത്തേതിൽ, T കല്യാണിക്കുട്ടി, T ബിനീഷ് വളവ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ, ഗണേഷ് ആറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.